പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഒന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. നമ്പർ 1, പ്ലാൻ ആൻഡ് പ്രയോറിറ്റൈസ്. എങ്ങനെ ഓരോ സബ്ജക്റ്റും പഠിക്കണമെന്ന് മുന്നേ തന്നെ പ്ലാൻ ചെയ്യുക, അതനുസരിച്ചിട്ട് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക. നമ്പർ 2, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ആവശ്യത്തിനുള്ള ഉറക്കം, ഭക്ഷണം, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ കൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും പറ്റും. നമ്പർ 3, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ്. മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ് പോലെയുള്ള മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് കൊണ്ട് നമുക്ക് നമ്മളെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്പർ 4, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. നിങ്ങൾക്ക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടുന്നത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ തരും. നമ്പർ 5, കണക്ട് വിത്ത് യുവർ സപ്പോർട്ടീവ് പിയേഴ്സ്. നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്നവരടുത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സാമിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഷെയർ ചെയ്ത് നോക്കൂ. ഇത് നിങ്ങളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഫോളോ ഫോർ മോർ.